നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും MLA-മാരും ഒരുമിച്ച സത്യാഗ്രഹ സമരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നു. ശബരിമല കവർച്ച നിഷ്പക്ഷ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുമോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെല്ലുവിളിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന LDF-നും UDF-നും കേരളത്തെ രക്ഷപ്പെടുത്താനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഉടൻ തുടങ്ങുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA പദവി തെറിക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ. അതിനു മുമ്പ് രാഹുൽ രാജിവെച്ചാൽ പുറത്താക്കൽ ഒഴിവാകും. ഏപ്രിൽ 8 തിരുവല്ലയിലെ ഹോട്ടലിൽ നടന്ന പീഡനത്തെ തുടർന്ന് ഗർഭിണിയായെന്നും മെയ് 24 ഗർഭം അലസിയെന്നുമാണ് പുതിയ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. കോട്ടയം സ്വദേശിനിയായ അതിജീവിത കാനഡയിൽ ജോലി ചെയ്യുന്ന വിവാഹിതയാണ്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഇന്ന് പന്തളത്തു നിന്ന് പുറപ്പെടും. 3-ാം ദിനം വൈകുന്നേരം ശബരിമലയിലെത്തും. വില്ലേജ് ന്യൂസ് ഇംപാക്ട്. കരമന കളിയിക്കാവുള്ള പാതയിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിഞ്ഞു. എന്നാൽ പല സ്ഥലത്തും ക്യാമറകൾ പ്രവർത്തിക്കാത്തത് കാരണം അമിത വേഗം ഉൾപ്പെടെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ സാധാരണമാകുന്നു. വയനാട് കാക്കവയൽ കാരാപ്പുഴ അമ്പലവയൽ റോഡ് കോടികൾ മുടക്കി നവീകരിച്ച ശേഷവും നിരന്തരം കുഴികൾ അടയ്ക്കേണ്ട അവസ്ഥയിലാണെന്ന് പരാതി. 6 മാസത്തിനിടെ 6 തവണ റോഡ് നന്നാക്കിയെന്നാണ് കണക്കുകൾ. മാതൃഭൂമി സംഘടിപ്പിച്ച കോഴിക്കോട് മാരത്തൺ 4 വയസ്സുകാരൻ മുതൽ 79 വയസ്സുകാരൻ വരെ പങ്കെടുത്ത് ചരിത്രമായി. ഇന്നലെ പുലർച്ചെ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് 21 കിലോമീറ്റർ ഓട്ടമായിരുന്നു മുഖ്യ മത്സരം. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 2500-ൽ പരം വ്യത്യസ്ത പ്രായക്കാർ മാരത്തണിൽ പങ്കെടുത്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പ്രമുഖർ സമ്മാനദാനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ആംഗ്ലോ ഇന്ത്യൻ സംഗമം കൊച്ചിയിൽ ആരംഭിച്ചു. ശതാബ്ദി സുവനീർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രകാശനം ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയിലും പാകിസ്ഥാൻ ഡ്രോണുകൾ അതിർത്തി കടന്നുകയറാൻ ശ്രമിച്ചത് ഇന്ത്യൻ സൈന്യം തകർത്തു. നൌഷേരയ്ക്ക് പുറമെ രജൌരി, സാംബ, പൂഞ്ച് എന്നിവിടങ്ങളിലും പാക് ഡ്രോണുകൾ എത്തി. ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇടപെട്ടാൽ US-നെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.